പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ജിൻസി. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തത്. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വചനമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയത്. ഞാൻ എൻ്റെ ജോലി ഒരു പ്രോബ്ലം ആയപ്പോൾ ഞാൻ 22 ഉടമ്പടി എടുത്തു ഇവിടെ വന്നിട്ട്. പക്ഷേ ഇവിടെ വന്ന് 2 മണിക്കൂർ കൊണ്ട് ആ ജോലി ക്ലിയറായി. പിന്നെ 1.5 മാസത്തോളമേ ഞാൻ ഉടമ്പടി പാലിച്ചുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് ടെർമിനേഷൻ വന്നു. അതുപോലെ എനിക്ക് ഫാദർ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഫാദർ 78 വയസ്സായി, അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ഒരു പുതിയ കാർ എടുത്തിരുന്നു, കാർ ആക്സിഡൻറ്റ് വന്നു. അങ്ങനെ കാറിൻ്റെ ലോൺ, വീടിൻ്റെ ലോൺ, ജീവിക്കാൻ ഒരു വകയുമില്ല. അപ്പോൾ മരണത്തെപ്പറ്റി ചിന്തിച്ചു. ജോലിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഗ്രാജുവേഷൻ വഴി കിട്ടിയതല്ല, ഇൻറ്റേർണൽ പ്രൊമോഷൻ വഴി നേടിയതായിരുന്നു. 5 പ്രൊമോഷൻ എടുത്ത ജോലി പോയത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ മരിക്കാം, എന്നാലും കൃപാസനത്തിൽ വന്നിട്ട് പോകാം, തീരുമാനിക്കാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ ഒരു ഭാഗ്യം അമ്മ തന്നു. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല, എന്താ പറയണ്ടതെന്ന് അറിയില്ല. ടെർമിനേഷൻ പേപ്പർ ഫോണിൽ കാണിച്ചു കൊടുത്തു. അച്ഛനത് മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം എന്നെയും ബ്ലെസ് ചെയ്തു. അതിനുശേഷം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം കിട്ടുകയും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ഒരു ഇല്ലീഗൽ വേയിലായിരുന്നു. കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് വിവരാവകാശം, അതുപോലെ ലീഗൽ ഹെയർ ജഡ്ജി ഒന്നുമല്ലാത്ത ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് ഇവരെ വലിയ വലിയ ആളുകളെല്ലാം ഈശോയും മാതാവും തന്നു. തന്നെയല്ല, മാതാവിനോട് ഞാൻ മാപ്പ് പറഞ്ഞു. മരണം വരെയും എൻ്റെ ജീവിതം ഉടമ്പടിയിലായിരിക്കും. ഞാൻ ഉടമ്പടി ഉഴപ്പിയതിന് ഞാൻ മാപ്പ് ചോദിച്ചു. കൂടുതലായി കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തു. വചനം എപ്പോഴും വായിക്കും. തേങ്ങലുകൾ വരുമ്പോഴെല്ലാം ബൈബിൾ എടുത്ത് വായിക്കും. പിന്നെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം, ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ജോലിയെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ജോലി നഷ്ടപ്പെട്ടു, പിതാവും മരണപ്പെട്ടു, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം. പിന്നെ ഞാൻ ഒരു പുതിയ വീട് പണിതു. ആ വീടെല്ലാം വിൽക്കേണ്ടതായി വന്നു. ആ വീടിൻ്റെ വിൽപ്പന മാതാവ് സുഗന്ധാഭിഷേകത്തോടെ നടത്തി തന്നത് ഇതിനു മുന്നേ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പിന്നെ മാതാവ് എൻ്റെ കാറ് വിറ്റ് തന്നു. അതുപോലെ തന്നെ എനിക്കൊരു പുതിയ വീട് തന്നു. ആ വീട്ടിൽ ഞാൻ കൃപാസന മാതാവിൻ്റെ രൂപം ഞാൻ വെക്കാമെന്ന് നേർന്നിരുന്നു. ഒരുവിധം വലിയൊരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ എപ്പോഴും മുഖത്തിങ്ങനെ നിറം മാറും. ജീവിക്കുന്ന അമ്മയായിരുന്നു എൻ്റെ വീട്ടിൽ. പിന്നെ അതുപോലെ മാതാവിനോട് ഞാൻ ചേർന്ന് എപ്പോഴും പള്ളികളിലായിരിക്കും. ആദ്യമായിട്ട് 1-2 മാസങ്ങളിൽ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട് കുർബാന കഴിഞ്ഞ് 1-2 മണിക്കൂറോളം ഞാൻ 4 കൊന്ത ചെല്ലും കുരിശിൻ്റെ വഴി. അങ്ങനെ ഞാൻ ധ്യാനങ്ങൾ കേട്ട് അങ്ങനെ പള്ളിയിലിരിക്കും. കാരണം എനിക്ക് ഇവിടെയും പോകാനൊന്നുമില്ല, ആരുമില്ല വേറെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ വന്നു കൗൺസിലിങ് ചെയ്യാൻ. അപ്പം ഞാൻ എന്നെ കൗൺസിലിങ് ചെയ്യുമോ എന്ന് ചോദിച്ച് ചെന്നപ്പോൾ അത് മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിസ്റ്റർ ഒരു സ്കൂളിൻ്റെ മാനേജറായിരുന്നു. ഇതിന് മുന്നേ എനിക്ക് ടീച്ചറാകാൻ വലിയ ഇഷ്ടമായിരുന്നു, പക്ഷേ യോഗ്യത ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ചെല്ലുമായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് സ്കൂളിൽ അബാക്കസിനെ പറ്റി സംസാരിച്ചു. അപ്പം ഞാൻ അബാക്കസ് കോഴ്സ് പെട്ടെന്ന് ചെയ്തു. 2 മാസം കൊണ്ട് 1 വർഷത്തെ കോഴ്സ് മാതാവ് നല്ല സ്കോർ 100-ൽ 100 എന്നെ പാസ്സാക്കുകയും ഫ്രാഞ്ചൈസി ലൈസൻസ് തരികയും ആ സ്കൂളിൽ ഒരു നല്ല ടീച്ചറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സ്കൂളിൽ ഇൻ്റർ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ ഞങ്ങളുടെ സ്കൂളിന് സ്റ്റേറ്റ് ലെവൽ 1ാം സ്ഥാനം മാതാവ് വാങ്ങിത്തന്നു. എപ്പോഴും ഞാൻ മാതാവിനെയും ഈശോയെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പിന്നീടുള്ള എൻ്റെ ജീവിതം. അതുപോലെ ഞാൻ സൺഡേയിലൊക്കെ 3 മാസം കൂടും, 3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കും. ചെറിയൊരു ആരോടെങ്കിലും ഒരു ദേഷ്യം ഉള്ളി വന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലും വൈദികരുണ്ടോ എന്ന് തപ്പിപ്പോയി ഞാൻ കുമ്പസാരിക്കും. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, പള്ളിയിലൊക്കെ വെറുതെ ഇരിക്കുന്ന പത്രക്കെട്ടെല്ലാം എടുത്തുകൊണ്ട് റോഡിൽ ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് എനിക്ക് ഈശോയെയും മാതാവിനെയും എവിടെയും പറയാൻ ഒരു നാണവോ ലജ്ജയോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഈശോയ്ക്കും മാതാവിനും വേണ്ടി ജീവിക്കുന്നു. പിന്നെ ഞാൻ
വീടിൻ്റെ അടുത്തൊരു അമ്മയുണ്ട്, വയസ്സ് എന്ന ഒരു അക്രൈസ്തവ കുടുംബത്തിൽ 100 വയസ്സായി. ആ അമ്മയെ ഒരുപാട് സ്നേഹിക്കും, അവരെ പോയി കാണും. അവർക്ക് സുഖമില്ലാതിരിക്കുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി ഉപയോഗിക്കും. കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് അവർക്ക് ചൊല്ലിക്കൊടുക്കും. അതുപോലെ അവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്ന സമയത്ത് ഞാൻ കൂടെ നിന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടത്തോടെ ഈശോയ്ക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാനുള്ള കൃപ തന്നു. പിന്നെ ഞാൻ വഴികളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഈശോ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അവരോട് ഞാൻ കുമ്പസാരിച്ചിട്ട് എത്രയായെന്ന് ചോദിക്കും. 2-2.5 വർഷങ്ങളായി കാണും. അവരെല്ലാം പാപത്തിൻ്റെ ക്ലാസ് എടുത്തു കൊടുത്ത് കുമ്പസാരത്തിനൊരുക്കി കുമ്പസാരത്തോടും വിശുദ്ധ കുർബാനയോടും കൂടെ അടുപ്പിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ദിവസം ഒരു ബ്ലീഡിങ് വന്നു. അപ്പോൾ ആരുമില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഈ രാത്രിയിൽ ഞാൻ മരിച്ചു പോകുമോ? അപ്പോൾ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ ലൂക്കാ 19 തിരുവചനം എൻ്റെ ഡ്രസ്സിൽ ഞാൻ കുത്തിയിടും. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മേൽ തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ബ്ലീഡിങ് വന്നപ്പോൾ സന്ധ്യയായപ്പം ഭയങ്കര ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായി എൻ്റെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഹോളിൽ. അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് കാണുന്നത്, അവിടെ ടൈലിൽ ലെഫ്റ്റ് കാൽപാദം നന്നായി പതിഞ്ഞു. ഒരു കാൽപാദം 2 ലെഫ്റ്റാണ് അടുത്തടുത്ത് പതിഞ്ഞത്. ഒരു കാൽപാദം കട്ടളയോട് ചേർന്ന് അതിൻ്റെ അടുത്ത് തന്നെ ലെഫ്റ്റ് 2ാമത്തെ കാൽപാദവും. അപ്പോൾ ഇത് രണ്ടും വലത്ത് കാൽപാദം വായുവിൽ ചവിട്ടുന്നത് ദൈവങ്ങൾ മാത്രമാണെന്നൊരു ചിന്ത വന്നപ്പോൾ ഇത് മാതാവാണ്. കാരണം താഴെ ഹോളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു ജീവിക്കുന്ന അമ്മയുണ്ട്. രാത്രിയിൽ അമ്മ എന്നെ സഹായിക്കാൻ എൻ്റെ അടുത്ത് വന്ന് അത്രയും വലിയ സാന്നിധ്യം, അത്രയും വലിയ ബന്ധവുമാണ് ഞാനും മാതാവുമായിട്ട്. അതിനുശേഷം എനിക്കൊരു ഫുഡ് പോയ്സൺ ഉണ്ടായി. ആ ഫുഡ് പോയ്സൻ്റെ അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് മൂക്ക് നീറ്റി തൊണ്ട വീങ്ങി വന്നു. ഒരു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോകും, കാരണം ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ടുകുത്തി മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ശരിക്കും ഞാൻ ഒഴുക്കിയുമായിരുന്നു, തുള്ളിയൊന്നുമല്ല ഉള്ളിലേക്ക്. എന്നിട്ട് കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി 7 പ്രാവശ്യം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ രക്ഷിക്കണേ, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വാഹനം കിട്ടുകയും പിന്നീട് അത് വീങ്ങുന്നത് നിന്നു. ചെറിയൊരു ശ്വാസം മാത്രമായി ഹോസ്പിറ്റലിൽ ചെന്നു. എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി. തന്നെയല്ല അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കണ്ണിന് 1 മാസം മെഡിസിൻ ഉണ്ടായിരുന്നു. ഫേസ് മുഴുവനും കുരു വന്ന് പൊന്തി. അതുപോലെ തന്നെ കുടലിലെല്ലാം ഗ്ലാൻസ്, നെർവ്, ഞരമ്പിൻ്റെ എല്ലാം വീങ്ങി. പക്ഷേ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതുകൊണ്ട് ഉപ്പെല്ലാം ഭക്ഷണത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ 2-3 വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ ഞാൻ കേസ് നടത്തി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു ആത്മീയ വിശുദ്ധീകരണം, ഒരു അഗ്നി പരീക്ഷണങ്ങളിലൂടെ ഈശോ എന്നെ കടത്തിവിട്ടത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഓഫീസിലെ ജോലി കേസിൻ്റെ ഡേറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 4-ലായിരുന്നു. അപ്പോഴേക്കും ഈ വചനം ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും തമ്മിൽ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യും. ആ വചനപ്രകാരം ഞാനൊരു മുസ്ലിം സഹോദരനെതിരായിട്ടായിരുന്നു കേസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ശക്തമായി ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നു. അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയുടെ നഷ്ടപരിഹാരവും പുതിയ ജോലി ഈ ഏപ്രിൽ മുതൽ തരാനും കമ്പനി തീരുമാനിച്ചു. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും, അതിൽ എനിക്ക് ആത്മീയ വിശുദ്ധീകരണം, വിശുദ്ധിയിൽ ജീവിക്കാൻ, പിന്നെ ഒരു ചെറിയ തെറ്റ് വന്നാൽ അപ്പോൾ പോയി കുമ്പസാരിക്കാൻ, ഇങ്ങനെയുള്ള കൃപകളെല്ലാം തന്ന ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതം വളരെ സന്തോഷമാണ്. മരണത്തെപ്പറ്റിയല്ല, ഇനിയുള്ള ജീവിതം ഭയങ്കര മാതാവിൻ്റെ സുഗന്ധമായിട്ട് ഒരുപാട് ആളുകളിലേക്ക്, അക്രൈസ്തവരിലേക്ക് യേശുവിനെയും മാതാവിനെയും കൊടുക്കുന്നതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3